أشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ക്ലിയർ അല്ലേ? സ്ക്രീനും കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് അശാദു മിന സുലാസിയിൽ മുജറദി, സുലാസി മുജറദിൽ നിന്നുമുള്ള ഷാദ്. നമ്മൾ മുത്തരിദാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തത് പറഞ്ഞത്. മുത്തരിദ് എന്ന് പറഞ്ഞാൽ കൂടുതലും വരും, യോജിച്ചു വരുന്നത്, നിയമത്തോട് യോജിച്ചത്. അഞ്ചെണ്ണമാണ് നമ്മൾ നേരത്തെ ഫഅല യഫ്അലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഉലു, ഫഇല യഫ്അലു, അതുപോലെ ഫഉല യഫ്ഉലു. ഇങ്ങനെ 5 ബാബുകൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇനി പറയാൻ പോകുന്നത് ഷാദ്, സുലാസി മുജറദിൽ നിന്നും ഷാദ്, ഒറ്റപ്പെട്ടു വരുന്നത്, വളരെ അപൂർവമായിട്ട് വരുന്ന ചില ബാബുകളെ കുറിച്ചാണ്. അത് അബുവാബു ഷാദി മിന സുലാസിയിൽ മുജറദി അർബഅത്തു അബുവാബിൻ. ഷാദിന്റെ ബാബുകൾ, സുലാസി മുജറദിൽ നിന്നുമുള്ള ഷാദിന്റെ ബാബുകൾ 4 ബാബുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അജ്നാസു സൂറയിൽ 5 ബാബാണ് സുലാസി മുജറദ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലേക്ക് ഈ പറയപ്പെടുന്ന ഷാദാകുന്ന 4 കൂട്ടുമ്പോൾ 9 ബാബുകൾ വരും സുലാസി മുജറദിൽ. 5 മുത്തരിദാണ്, 4 ഷാദാണ്. ഇത് നമുക്ക് എവിടെ പറയാത്തതാണ്? അജ്നാസു സൂറയിൽ പറയാത്തതാണ് കേട്ടോ. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ റാഫിക്ക? അൽ ബാബുൽ അവ്വലു, ഒന്നാമത്തെ ബാബ്, ബാബു ഫഅല യഫ്അലു. ഫഅല യഫ്അലു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവിടെ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഫഅല യഫ്അലു എന്നാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. ബി ഫത്ഹിൽ ഐനി ഫീഹിമ, രണ്ടിനും ഫത്ഹ് കൊണ്ട്, 2 മാലിയിലെയും മുലാരിയിലെയും ഐൻ ഫീലിനിക്ക് ഫത്ഹ് ചെയ്തുകൊണ്ട് ഫഅല യഫ്അലു എന്നാണ്. ഇദാലം യകുൻ ഐനുഹു ഔ ലാമുഹു ഹർഫൻ മിൻ ഹുറൂഫിൽ ഹൽഖി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണെങ്കിൽ മുത്തരിദാകും, പെട്ടതല്ലെങ്കിലാണ് ഷാദായിട്ട് വരിക. ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതല്ലെങ്കിൽ ഈ വസനിൽ വരുമ്പോൾ അത് ഷാദായിട്ട് വരും. നഹ്വ് ഏതുപോലെ? അബായ ഇബ കമാ തഖദ്ദമ, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഷാദിൽ ഒന്നാമത്തത് എന്താണ്? ഫഅല യഫ്അലു എന്നതാണ്. ഐനിനിക്ക് ഫത്ഹ് കൊണ്ട് ഫഅല യഫ്അലു എന്നുള്ള രൂപമാണെന്നും സാരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ? സുഹൈൽ സാറേ, ഇപ്പം നമ്മൾ സുലാസി മുജറദിലെ ഷാദിനെ കുറിച്ചാണ് പറഞ്ഞത്. മുത്തരിദായ 5 ബാബ് നമ്മൾ പറഞ്ഞു. ഈ ഷാദായ എത്ര ബാബാ? 4 ബാബ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലത്തെ ഒന്നാമത്തെ ബാബാണ് ഇപ്പോൾ പറഞ്ഞത്, ഫഅല യഫ്അലു. അപ്പോൾ ഈ ഫഅല യഫ്അലു മറ്റോടത്തും എണ്ണിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമായിട്ട് വരണം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഈ വസനിൽ വരൂല, മുത്തരിദായിട്ട് വരൂല. അപ്പം അങ്ങനെ ഹൽക്കിൻ്റെ അക്ഷരമായിട്ടില്ല, പിന്നെ ആ ബാബിൽ വരുമ്പോൾ അത് ഷാദാണ്, ഒറ്റപ്പെട്ടതാണ്, അത് വളരെ അപൂർവമാണ്, നിയമത്തോട് യോജിക്കാതെ. അതെ അതെ,
നെഹ്വു അബായ ഇബ, അബായ ഇബ എന്നതുപോലെ. അത് കമാ തഖദ്ദമ, മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ പറഞ്ഞിരുന്നു. ആ അല്ല, ഒറ്റപ്പെട്ടതാണ് എന്നർത്ഥം. ഒറ്റപ്പെട്ടത് അതിൻ്റെ മേൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചേർത്തി വേറൊരു രൂപം ഉണ്ടാവും, കൂടുതലും ഇങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിയമത്തോട് എതിരായി വരുന്നതാണ് എന്നർത്ഥം. ഇനി നോക്കണേ, അൽ ബാബു സാനി, രണ്ടാമത്തെ ബാബ്. ബാബു ഫഇല യഫ്ഇലു, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഫഇല യഫ്ഇലു, അതെ അതെ അതെ. ഇത് ഫഇല യഫ്ഇലു അല്ല, മറ്റേ മുത്തരിദിൽ നമ്മൾ എണ്ണിയിട്ടില്ല. മുത്തരിദിൽ നമ്മൾ ഫഇലക്ക് മുദാരി യഫ്അലു എന്ന് മാത്രമേ എണ്ണിയിട്ടുള്ളൂ. ഇത് ഫഇല യഫ്ഇലു ബി കസ്രിൽ ഐനി ഫീഹിമ, രണ്ടിലും ഐനിക്ക് കസ്റുണ്ട്, രണ്ടിലും. അപ്പോൾ തസ്രീഫുഹു, അപ്പോൾ അതിന് സർഫാക്കല് നെഹ്വു ഹസിബ യഹ്സിബു ആണോ, ഹസിബ യഹ്സിബു ഹിസ്ബാനൻ ഫഹുവ ഹാസിബുൻ, വഹുസിബ യുഹ്സബു ഹിസ്ബാനൻ ഫഹുവ മഹ്സൂബുൻ. അൽ-അംറു മിൻഹു യഹ്സിബ് ലിയഹ്സിബ് ലിയുഹ്സബ്. മൂന്ന് അമ്പർ വന്നു. മജ്ഹൂൽ ഉണ്ടല്ലോ ഇതിന്, അതുകൊണ്ട് 3 അമ്പർ വന്നു. മജ്ഹൂൽ എപ്പോഴും 10 തന്നെ വരും കേട്ടോ. മജ്ഹൂലിൽ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അത് എവിടെ മറ്റോടത്ത് പറഞ്ഞപ്പോൾ ഫഅല യഫ്അലു യഫ്ഇലു യഫ്ഉലു, ഇത് 3 എണ്ണത്തിന്റെ മജ്ഹൂൽ വരുമ്പോഴും യുഫ്അലു എന്നാ പറയാം. ഇപ്പൊ യൻസുറു എന്നാണെങ്കിലും യുൻസറു എന്ന് പറയും. യഫ്തഹു എന്നാണെങ്കിൽ മാറൂല. ഷാദായാലും മാറൂല, കാരണം മജ്ഹൂൽ ഒരൊറ്റ ഫോമിൽ. മഅറൂഫ് ആണ് വ്യത്യാസപ്പെടുന്നത്, മജ്ഹൂൽ ഒരൊറ്റ ഫോമിൽ വരും. ഏത് അത് ഹസിബ യഹ്സബു, ആ അതെ. പിന്നെ ഇത് ഹസബല്ല, ഹസബ എന്നുള്ളത് വരില്ല. ഹസിബ യഹ്സിബൂന്നുണ്ട്, ഹസിബ യഹ്സബൂന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. യഹ്സബു എന്ന് പറയുമ്പോൾ അത് ഭാവിച്ചു എന്നൊക്കെ അർത്ഥം വരിക, അത് അതെ തോന്നി എന്നുള്ള അർത്ഥത്തിനാണ് അത് വരിക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കണക്ക് കൂട്ടി എന്നർത്ഥം. അതെ അതെ, ഹിസാബ്, അതെ. അതായത് ഇപ്പൊ ഷക്ക് യക്കീനിന്റെ ഫീലുകൾ നമ്മള് അവാമിൽ പഠിച്ചിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടാവും. അലിംതു, റഅയ്തു, വജദ്തു, സഅംതു, ഖിൽതു, ഹസിബ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം, അവാമിൽ പറയുമ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന കുറച്ച് ഫീലുകളുണ്ട്, അതിൽ പെട്ടതാണ് ഏത് ഹസിബ യഹ്സബു എന്നുള്ളത്. അതാണ് യഹ്സബുഹുമുൽ ജാഹിലു എന്നുള്ള ആ ഭാഗം അങ്ങനെ വരും. ഇതങ്ങനെയല്ല, ഇത് ഹിസാബ്, കണക്കെടുത്തു എന്നുള്ള അർത്ഥത്തിൻ്റെ. അപ്പോൾ വന്നഹിയു ലാ തഹ്സിബ് ലാ യഹ്സിബ് ലാ യുഹ്സബ്. അള്ളാഹ് റഫ് നോക്കുന്നു, അത് ഹസ്ബൻ വരും, ഹസ്ബൻ. വല്ലർഫു മിൻഹു മഹ്സിബുൻ, വല്ലർഫു മിൻഹു മഹ്സിബുൻ ആണ് അതിന്റെ മുലാരി. യഹ്സിബു എന്നാണല്ലോ, അപ്പോൾ മഹ്സിബുൻ ആയി. വൽ ആലത്തു മിഹ്സബുൻ വമിഹ്സബത്തുൻ വമിഹ്സാബുൻ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ കേട്ടോ. തസ്നിയത്തുഹുമാ മഹ്സബാനി വമിഹ്സബാനി വൽ ജംഉ മിൻഹുമാ മഹാസിബു വമഹാസീബു വസ്മു തഫ്ളീലി മിൻഹു അഹ്സബു. അഹ്സബു നേരത്തെ പറഞ്ഞ അതേ ഓർഡർ തന്നെ.
വൽ മുഅന്നസു ഹുസ്ബ വതസ്നിയതുഹുമാ അഹ്സബാനി വഹുസ്ബയാനി വജംഉഹുമാ അഹ്സബൂന വഅഹാസിബു വഹുസബു വഹുസ്ബയാത്ത്. ഹുസബു ഹുസ്ബയാത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് രണ്ടാമത്. ചുരുക്കി ഒന്നുകൂടി പറയാം. നമ്മൾ മുത്തരിതായ 5 ബാബുണ്ട്, ഷാദായ 4 ബാബുണ്ട്. ടോട്ടല് 9 സുലാസി മുജറദ് ഉണ്ട്. നമ്മൾ അജ്നാസുൽ കുബ്രൈ അജ്നാസു സുഹറയിൽ 5 എണ്ണേ പറഞ്ഞുള്ളൂ. അത് മുത്തരിത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ചെറുതാണല്ലോ കിതാബ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഒരു ബാബില്ല. അപ്പം 5ഉം 4ഉം 9 ബാബ് സുലാസി മുജറദ് വരും. അതിൽ സുലാസി മുജറദ് മുത്തരിതായി വരുന്ന 5 ബാബുകൾ: ഒന്ന് ഫഅല യഫ്ഉലു, പിന്നെ ഫഅല യഫ്ഇലു, മൂന്നാമത്തത് ഫഅല യഫ്അലു, നാലാമത്തത് ഫഇല യഫ്അലു, അഞ്ചാമത്തത് ഫഉല യഫ്ഉലു. ഇങ്ങനെ 5 എണ്ണമാണ് മുത്തരിതായി വരുന്നത്. നമ്മൾ അജ്നാസിൽ പഠിച്ചതാണ്. അതിൻ്റെ സർഫാക്കുന്ന രൂപവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഷാദായി വരുന്നത് 4 എണ്ണമുണ്ട്. അതിലൊന്ന് ഫഅല യഫ്അലു എന്നാണ്, രണ്ടാമത്തത് ഫഇല യഫ്ഇലു എന്നാണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഇത് മനസ്സിൽ പോയത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇവിടെ സാറേ ഇനി പറയുന്നത് അൽ ബാബു സാലിഫു, മൂന്നാമത്തത് ബാബു ഫഇല യഫ്ഉലു ആണ്. ഫഇല എന്നാണ്, പക്ഷേ മുലാരി യഫ്ഉലു ബികസ്റിൽ ഐനി ഫിൽ മാലി, മാലിയിൽ ഐനിക്ക് കസ്ർ കൊണ്ടും വലമ്മിഹ ഫിൽ മുലാരി, മുലാരിയിൽ അതിനിക്ക് ലംബ് കൊണ്ടും ഐനിക്ക് ലംബ് കൊണ്ടും. ഫഇല യഫ്ഉലു. തസ്രീഫു അതിനെ സർഫാക്കല് നോക്ക് നിങ്ങൾ. നഹ്വു ഫളില യഫ്ളുലു, ഫളില യഫ്ളുലു, ഫളില യഫ്ളുലു ഫളൻ ഫഹുവ ഫാളിലുൻ, വ ഫുളില യുഫ്ളലു ഫളൻ ഫഹുവ മഫ്ലൂലുൻ, അൽ അംറു മിൻഹു ഉഫ്ളുൽ, ലിയഫ്ളുൽ ലിയുഫ്ളൽ, വന്നഹിയു ലാ തഫ്ളുൽ ലാ യഫ്ളുൽ ലാ യുഫ്ളൽ. വല്ലർഫു മിൻഹു മഫ്ളലുൻ. അതിന്റെ മുലാരിയിൽ യഫ്ളുലു എന്നാണ്, അതുകൊണ്ടാണ് മഫ്ളലു എന്നായത്. ലമ്മും ഫത്ഹും ആണെങ്കിൽ ഐൻ ഫീലിലേക്ക് ഫത്ഹന്നെ ആക്കി നിർത്തും ലർഫില്, മഫ്ളല്. കസ്റാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മഹ്സിബുൻ, അതുണ്ടോ, അത് കസ്റായതുകൊണ്ടാണ് മഹ്സിബുൻ ആയി. ഇവിടെ യഫ്ളുലു എന്നാണല്ലോ മുലാരി. മുലാരി എന്നാണ് നമ്മൾ പലതും ഇസ്മുകളും ഈ പറയപ്പെട്ട ഇസ്മുകളും ഇസ്മു ഫായിലും ഇസ്മു അഫൂലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് മുലാരി എന്നാണ്. അപ്പോൾ പിന്നെ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കാൻ പറ്റണം. യഫ്ളുലു എന്നാകുമ്പോൾ മഫ്ളലുൻ. വൽ ആലത്തു മിഫ്ളലുൻ വ മിഫ്ളലത്തുൻ വ മിഫ്ളാലുൻ. വതസ്നിയതുഹുമാ മഫ്ളലാനി വ മിഫ്ളലാനി. വൽ ജംഉ മിൻഹുമാ മഫാളിലു വ മഫാളീലു. വസ്മു തഫ്ളീലി മിൻഹു അഫ്ളലു വൽ മുഅന്നസു ഫുദ്ല. തസ്നിയതുഹുമാ അഫ്ളലാനി വ ഫുദ്ലയാനി. വജംഉഹുമാ അഫ്ളലൂന വ അഫാളിലു വ ഫുദ്ലു വ ഫുദ്ലയാത്ത്. ക്ലിയറല്ലേ? ഒറ്റൊന്ന് പഠിച്ചാൽ നമുക്ക് ഇതൊക്കെ പറയാൻ എളുപ്പട്ടോ. ഒറ്റൊന്ന് കാണാതെ പഠിച്ചാൽ മതി. ഈ മൊത്തത്തിലുള്ള സർഫാക്കലേ ഒറ്റ
ഒറ്റൊന്ന് പഠിച്ചാൽ നമുക്ക് ഇതൊക്കെ പാടെ കാണാതെ പറയാൻ എളുപ്പമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക്. അൽ ബാബു റാബിഉ, നാലാമത്തെ ബാബ്, ബാബു ഫഉല യഫ്അലു. ഫഉല യഫ്അലു മാലിയിൽ യഫ്ഉലു ആയിരുന്നു, ഇവിടെ യഫ്അലു എന്നായി. ബി ലമ്മിൽ ഐനി ഫിൽ മാലി, മാലിയിൽ ഐനിക്ക് ലമ്മ കൊണ്ടും ഫത്ഹിഹ ഫിൽ മുളാരിഇ, മുളാരിയിൽ ഐനിക്ക് ഫത്ഹ് കൊണ്ടും. തസ്രീഫുഹു, അതിനെ സർഫാക്കുന്നത് നഹ്വു കാദ യകാദു, കവുദ യക്വദു എന്നുണ്ടായി കേട്ടോ. കവുദ യക്വദു, കാദ എന്ന് പറയുമ്പോൾ പിന്നെ നടുവിലൊരു അലിഫാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അതിൻ്റെ അസിലിൽ എന്തുണ്ടാവും? ഫഉല എന്നാവണല്ലോ. അപ്പൊ കവുദ യക്വദു. അപ്പൊ കാദ യകാദു കൗദൻ വ കൈദൂദത്തൻ, രണ്ട് മസ്തർ ഉണ്ടായിരുന്നു. കാദ യകാദു കൗദൻ വ കൈദൂദത്തൻ ഫഹുവ കായിദുൻ. ഏത്? അത് കാദ യക്കീദോ വരിക. ഇത് കാദ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തു പറഞ്ഞില്ലേ നമ്മള്, അസ കാദ കറുബ ഉഷക്ക എന്നുള്ള ഒരു നാലെണ്ണം അതാ വരും. മറ്റേത് കാദ. അതിന്റെ ആയത്ത് എങ്ങനെയാണ്? അത് മറ്റേതാണ്. ഏതാ വെച്ചാല് ആയത്ത് എങ്ങനെ? അതെ, അത് അവിടെ യാ ഇ ആണത്, കാദ യക്കീദ്. അതുകൊണ്ടാണ് അത് കൈദ് എന്ന് വന്നത്. ഇത് ഇവിടെ വാവാണ്, വാവിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അടുത്തു എന്നുള്ള അർത്ഥത്തിനാണ് വരും. മറ്റേത് തന്ത്രം പ്രയോഗിച്ചു. ഇതിന്റെ അസില് കവുദ യക്വദു എന്നാണ്. ഇസ്മുഫായിലൊക്കെ ഒരേ രൂപത്തിലേ വരിക കേട്ടോ. കായിദുൻ തന്നെ വരിക കേട്ടോ. ഇസ്മുഫായിൽ വരുമ്പോൾ കായിദുൻ. പിന്നെ അത് സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കലാണ്. അത് ഒന്ന് തന്ത്രം പ്രയോഗിക്കുന്നവനാണ്, ഒന്ന് അടുത്തതാണ് എന്നുള്ളതൊക്കെ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോ കാദ യകാദു കൗദൻ വ കൈദൂദത്തൻ ഫഹുവ കായിദുൻ വ കീദ. കണ്ട അതിന്റെ മജൂല് നോക്കി, കീദാണ്. ഖീല, കാലന്റെ മജൂല് ഖീല എന്ന് പറഞ്ഞില്ല, അതേപോലെ ഖീദ. യുക്കാദു കൗദൻ വ കൈദൂദത്തൻ ഫഹുവ മഖൂദുൻ അൽ അംറു മിൻഹു. കൗദാണ്. മജൂൽ എങ്ങനെ വരിക? മജൂല് അല്ലല്ല, മജൂല് മാലിന്റെ മജൂല് എങ്ങനെ? ഫഅലന്റെ മജൂല് എങ്ങനെ? കുബിദ എന്നാണ്, കുബിദ എന്നാണ് വരിക. അപ്പൊ എന്ത് ചെയ്യുന്ന പറയാം? വാവ് ലഈഫാണ്, വാവ് അക്ഷരം ലഈഫാണ്, ബലഹീനമാണ്. അതിന്റെ കസ്ർ ഖവിയാണ്, അതിന്റെ ഹർക്കത്ത് കസ്റത്ത് ഖവിയാണ്. അപ്പൊ എന്ത് ചെയ്തു അറിയോ? ആ കസ്റത്തിനെ മുമ്പുള്ള കാഫ് ഉണ്ടല്ലോ, കാഫിന്റെ ഹർക്കത്ത് കളഞ്ഞ് അതിനോട് കൊടുത്തു. അപ്പൊ എന്തായി മാറി? അല്ല, അത് സ്ട്രോങ് ലെറ്റർ ആണല്ലോ, കാഫ് സ്ട്രോങ് ആണല്ലോ, സ്ട്രോങ് ആണ്. അത് അത് കുഴപ്പമില്ല. നമ്മളിപ്പോ ഈ ലൈഫിനെയാണ് പരിഹാരം കാണേണ്ടത്. ലൈഫായ ലെറ്ററിനെ നമ്മൾ പരിഹാരം കാണേണ്ടത്. സ്ട്രോങ് ലെറ്ററിന് ഏത് ഹർക്കത്ത് വന്നാലും കുഴപ്പമില്ല, അത് താങ്ങും. കാഫ് ആ സ്ട്രോങ് ചുമക്കാനുള്ള ശേഷി ഇതിനുണ്ട്, കാഫിനുണ്ട്. പക്ഷെ വാവിനക്ക് ലമ്മും കസറും ചുമക്കാനുള്ള ശേഷിയില്ല. അതെ 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 അതെ. ഈ ശരിക്ക്
അതിന് അർക്കത്തില്ലെങ്കിലാണ് സാധാരണ കൊടുക്കല്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ അതിനെന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ അർക്കത്ത് കളഞ്ഞു. കളയാതിരിക്കാൻ കോലല്ല. കാരണം ഈ വാവിന് ഭാരല്ലാത്ത ഒരു സാധനത്തിന് ലൈഫായ ഒരു ലെറ്ററിന് സ്ട്രോങ് ഹർക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ലെറ്ററിനോട് ചെയ്യുന്ന വളരെ വലിയ അക്രമമാണ്. അപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഈ വാവിൻ്റെ ഹർക്കത്തിനെ മുമ്പുള്ള കാഫിൻ്റെ ഹർക്കത്ത് കളഞ്ഞിട്ട് കാഫിനോട് കൊടുത്തു. അപ്പം എന്തായി? കിവുദാന്നായി. കിവുദ. അപ്പം അതിലൊരു സംശയം, അവിടെ ഈ കെസറല്ലേ, കെസറിനോട് ചോദിച്ചത് അല്ലല്ല, വാവ് കളഞ്ഞിട്ടില്ല, വാവിന്റെ അർക്കത്തെ കളഞ്ഞിട്ടുള്ളൂ. കിവുദാന്നായി. അപ്പോ കെസറാണല്ലോ, കെസറിനോട് ചോദിച്ചത് വാവല്ല, യാ ആണ്. അപ്പൊ എന്ത് ചെയ്തു പറയോ? ആ വാവിനെ മറിച്ച് യാ ആക്കി. അപ്പൊ കീതാന്നായി. കീത എന്നായി. അതങ്ങനത്തെ, അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞു, അലിഫും വാവും യാവും അത് ചില സമയത്ത് അത് മറിയും, ചില സമയത്ത് അത് കളയും, അങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ കളഞ്ഞു പോവും. ഇവിടെ എന്ത് ചെയ്താണ്? ഇവിടെ മറിഞ്ഞു, വാവിനെ എന്ത് ചെയ്തു? യാ ആക്കി മറിച്ചു. അപ്പൊ കീതാന്നായി. ചിലയിടത്ത് പോയത് കണ്ടങ്ങൾ, അതിന്റെ അമ്പറ് കണ്ടങ്ങൾ, അല്ല ഇസ്മഫൂൽ ഉണ്ടോ? മക്കൂദുന്നാണ്. ശരിക്ക് മക്വൂദുന്ന വരേണ്ടത്, മഫ്ഊല് എന്നല്ലേ വരേണ്ടത്. മക്വൂദുൻ. അതെങ്ങനെയായിരിക്കും മക്കൂദുന്നായത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പറഞ്ഞു നോക്കി. മക്വൂദുൻ എന്നുള്ളത് മക്കൂദുൻ എങ്ങനെയായത്? ആ കറക്റ്റ്. മക്വൂദ് എന്നുള്ളതില് വാവ് ലൈഫാണ്, ലമ്മ് ബാരാണ്, ലമ്മിനെ നേരെ പുറത്തുള്ള കാഫിന് സുക്കൂനാണ്. അതിന്റെ അർക്കത്ത് കളയേണ്ട ആവശ്യമില്ല, അർക്കത്തില്ലല്ലോ. അപ്പൊ അല്ലാത്തോണ്ട് അതിനോട് കൊടുത്തു. അപ്പൊ മാ കു ദുന്നായി, രണ്ട് വാവായി. അവന്റെ അർക്കത്ത് ലമ്മത്തിനെ മാറ്റിയ പിന്നെ സുക്കൂനായല്ലോ. അപ്പൊ രണ്ട് സുക്കൂനും ഒരുമിച്ച് കൂടി. രണ്ട് സുക്കൂനുള്ളത് ഒരുമിച്ച് കൂടിയാൽ ഒരു സുക്കൂനുള്ളതിനെ കളയണമെന്നാണ്. അപ്പൊ എന്ത് ചെയ്തു? വാവിനെ കളഞ്ഞു. അപ്പൊ മക്കൂദുന്നായി. റാഫിക്ക ഓക്കെ അല്ലേ? വേറെ ഇങ്ങനെ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ പറയാൻ പറ്റണം. അത് ഇപ്പോ ലൈഫിൻ്റെ ഇത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏതും അങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങള് കാല, കാല യഖൂലു, കാല യഖൂലു ഖൗലൻ ഫഹുവ ഖായിലുൻ എന്ന് പറയാം. ഖായിലുൻ. വഖീല യുഖാലു ഖൗലൻ ഫഹുവ മഖൂലുൻ. അവിടെയും മഖ്വൂലുൻ എന്നുണ്ടാകുക. മഖ്വൂലുൻ അത് മഫ്ഊല് എന്നാണല്ലോ അസ്ല്. മഫ്ഊല് എന്നാണ്. അപ്പൊ അതിന്റെ നമ്മൾ ഏതിന്റെയും അസ്ലിലേക്കാണ് കൊണ്ടുപോകും. അസ്ലിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അതിനെ ഈ രൂപത്തിലേക്കാണ് മാറ്റും. അതാണ് നമുക്ക് മനസ്സിലായത്. കാലന്റെ മുതാരി എന്താ? യക്കൂലു എന്നാണ്. മുതാറത്തിന്റെ അക്ഷരം കളഞ്ഞു. മുതാറത്തിന്റെ അക്ഷരം കളഞ്ഞു. അപ്പൊ എന്തായി? കുൽ, കൂൽനായി. കൂൽനായി. കുൽനായിട്ടില്ല അപ്പോഴും, കൂൽ നന്നായി. സുക്കൂൻ, രണ്ട് സുക്കൂൻ അനുമിച്ചു വന്നു അല്ലേ? ഇവിടെ എന്താ വരിക? കാത യക്കാതു എന്നാണ്. മുതാറത്തിന്റെ അക്ഷരം കളഞ്ഞു. അപ്പൊ എന്തായി? കാത് നായി. എന്തായി? കാത്. അപ്പൊ എന്താ പിന്നെന്താ പണി നടന്നേ? രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നു, അലിഫിനെ കളഞ്ഞു, കത് നായി. അതാ പറഞ്ഞു.
അലിഫും വാവും യാവും ചില സമയത്ത് കളഞ്ഞു പോകും, ചില സമയത്ത് മറിയും ചെയ്യും. നീ അടുക്ക്. കദ് ലിയക്കദ് ലിയുക്കദ് വന്നഹിയു ലാ തക്കദ് ലാ യക്കദ് ലാ യുക്കദ്. അവിടെയൊക്കെ ജസ്മായതുകൊണ്ടാട്ടോ അലിഫ് പോയത്. ജസ്മിൻ്റെ അക്ഷരമാണല്ലോ നെഹിയൻ്റെ ലാ എന്നുള്ളത്. അപ്പോൾ മിൻഹു മക്കാദുൻ ആണ്. മിൻഹു മക്കാദുൻ വൽ ആലത്തു മിക്വദുൻ വമിക്വദത്തുൻ വമിക്വാദുൻ. നമ്മൾ പറഞ്ഞ മിഫ്അലുൻ വമിഫ്അലത്തുൻ വമിഫ്അലുൻ വതസ്നിയതുഹുമാ മക്വദാനി വമിക്വദാനി ഔ മക്കാദാനി, അങ്ങനെയും പറയട്ടോ, മക്കാദാനി. വൽ ജംഉ മിൻഹുമാ മക്കാവിദു വ മക്കാവീദു, മക്കാവിദു വ മക്കാവീദു. വസ്മു തഫ്ളീലി മിൻഹു അക്വദു വൽ മുഅന്നസു കൂദാ വതസ്നിയതുഹുമാ തസ്നിയതുഹുമാ അക്വദാനി വകൂദയാനി വജംഉഹുമാ അക്വദൂന വഅക്കാവിദു വകുവദു വകൂദയാത്, കുവദു വകൂദയാത്. ഹദീസുകളിലൊക്കെ അള്ളാഹുവിനോട് എന്നോട് ഏറ്റവും അടുത്തവർ എന്ന് പറയുന്നത് അക്റബു. അല്ല, അതും രണ്ട് മീനിങ് ഉണ്ട്. അക്റബു എന്നും പറയും, സാമീപ്യം, അടുപ്പം എന്ന് കാണിക്കാൻ. അതങ്ങനെ ഉപയോഗിച്ചു. അക്റബുമാ യകൂനുൽ അബ്ദു ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്തൻ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ, നബിതങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അക്റബു എന്നുള്ളതിൻ്റെ അർത്ഥമുണ്ട്, അടുത്തു എന്നുള്ള അർത്ഥമുണ്ട്. ഇത് ശരിക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഷാദാണ്, ഒറ്റപ്പെട്ടതാണ്. ഇത് കാത എന്ന ഒരു മുഖാറബ, സാധ്യതയുടെ ഒരു അടുപ്പാണിത്. മറ്റേ അടുപ്പല്ല, ശാരീരികമായ അടുപ്പല്ല. നമ്മൾ പറയില്ലേ, മഴ പെയ്യാൻ അടുത്തു എന്താ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ അർത്ഥത്തിനുള്ള ഒരു അടുപ്പാണ് ഈ കാണിക്കുന്നത്. ഈ കാത, അസ, ആയേക്കാം, പോസിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, സാധ്യത ഉണ്ട് എന്ന് കാണിക്കാനുള്ളതാണ്. മറ്റേത് ശാരീരികമായ ഫിസിക്കലായ അടുപ്പാണ്. ഏതില് കാല, ഇതിലോ, ഏതില്? അല്ലല്ല, അത് ഫഅല യഫ്ഉലു ആണ്. ഫഅല യഫ്ഉലു, ഖവല യക്വുലു എന്ന വരിക. ഖവല യക്വുലു, ഫഅല ഷാദല്ല. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? കുറച്ച് ചോദ്യം ചോദിക്കുക. അർത്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫീല് രണ്ട് ഇനമുണ്ട്. ഏതെല്ലാം? അർത്ഥം ലാസിമും മുത്താദി അല്ലേ? ലാസിം മുത്താദി അറിയില്ലേ? എന്താന്ന് മനസ്സിലായില്ലേ? സുബൈറെ, എന്താ ലാസിം, എന്താണ് മുത്താദി പറഞ്ഞ? എന്താ റാഫിക, ലാസിമും മുത്താദി എന്താ?
അതന്നെയാണ് സംഗതി തന്നെയാണ്. മഫൂലിലേക്ക് ഫായില് വിട്ട് കിടക്കൂല. അതായത് അതിന് മഫൂൽ ഉണ്ടാവില്ല, മജ്ഹൂലും ഉണ്ടാവില്ല. ഇപ്പൊ റഹബ പോയി, പോയി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രോഗിയായി, മരിള, രോഗിയായി, അത് മറ്റൊരാളിലേക്ക് വിട്ട് കിടക്കുന്നത്. സഹായിച്ചു, അത് വിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ അവനെ സഹായിച്ചു, സഹായം എന്ന പ്രവർത്തനം എന്നിൽ നിന്ന് അവനിലേക്ക് വിട്ട് കടന്നു, സഹായിച്ചു. മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്ന ഫീലുകൾക്ക് ലാസിം എന്ന് പറയും, അല്ല സോറി മുത്തഅദ്ദി എന്ന് പറയും. മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്ത ഫീലിലേക്ക് ലാസിം എന്ന് പറയും. മനസ്സിലായോ സുബൈറ? അപ്പൊ ഇത് അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അത് അക്ഷരങ്ങളെ കൗണ്ട് അനുസരിച്ചല്ല. അത് മൂന്നക്ഷരം ഉള്ളത് ഉണ്ടാവും ലാസിമ്, മൂന്നക്ഷരം ഉണ്ടാവും മുത്തഅദ്ദി. നാലക്ഷരം ഉള്ളത് ഉണ്ടാവും ലാസിമ്, നാലക്ഷരം ഉണ്ടാവും മുത്തഅദ്ദി. ഇനി നോക്ക്, മാ നൗഅൽ ഫിഇലി മിൻ ഹൈസുൽ ലഫ്ളു, ലഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫീലിന്റെ രണ്ട് ഇനങ്ങൾ ഏതെല്ലാം? ലഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, മഅനല്ല കേട്ടോ, മഅനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുത്തഅദ്ദി ലാസിം എന്ന് പറഞ്ഞു. ലഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള രണ്ടെണ്ണം ഏതെല്ലാം? ഏതായിരിക്കും? അല്ല 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 അല്ലല്ല, രണ്ടെണ്ണം ഏതാണത്? ലഫ്ള്, സുലാസി റുബായി, മൂന്നക്ഷരമുള്ളത്, നാലക്ഷരമുള്ളത്. സുലാസി എന്ന് പറഞ്ഞാൽ അസ്ലിയായ മൂന്നക്ഷരമുള്ളത്, അസ്ലിയായ നാലക്ഷരമുള്ളത്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിട്ട് സുലാസി റുബായി. മസുലാസിയു അമർ റുബായി. എന്താണ് സുലാസി, എന്താണ് റുബായി? എന്താണ് സുലാസി എന്ന് പറഞ്ഞാല്? അസ്ലിയായ മൂന്നക്ഷരമുള്ളതിനേക്കാണ് സുലാസി എന്ന് പറയാം. റുബായി എന്ന് പറഞ്ഞാലോ? ഒരു ഉദാഹരണം പറഞ്ഞാല്, ഏത്? ഫഅല യഫ്അലു എന്നുള്ളത് സുലാസിയാണ്. റുബായിക്ക് ഒരു ഉദാഹരണം ഏത്? അക്രമ റുബായിൽ വരുമോ? അസ്ലിയായ നാലക്ഷരമാണ്. ദഹ്റജ അസ്ലിയായ നാലക്ഷരമാണ്. അക്രമയില് എന്നുള്ളത് സുലാസിയിൽ നിന്ന് ഒന്ന് കൂടിയപ്പോഴല്ലേ അക്രമ എന്നായത്. സുലാസി മസീദാണ്, സുലാസി മസീദ്. നാലക്ഷരം എന്നുള്ള രൂപത്തിൽ പറയാം, പക്ഷെ എന്തല്ല റുബായി ആണെന്ന് പറയാൻ പറ്റൂല. അക്രമ റുബായി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം റുബായി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ റുബായിന്റെ അർത്ഥം എന്താണ്? അസ്ലിയായ നാലക്ഷരമാണ്. അപ്പൊ ദഹ്റജ, സൽസല, വസ്വസ, അസ്അസ, അങ്ങനെയുള്ള ഫീലുകൾ അസ്ലിയായ നാലക്ഷരം. ഓക്കെ. കം ബാബൻ മുത്തരിദൻ ലി സുലാസിയിൽ മുജറദി വമാഹിയ. സുലാസി മുജറദിലെ മുത്തരിദായ ബാബുകൾ എത്ര, ഏതെല്ലാം? എത്ര മുത്തരിദായത്? അഞ്ചെണ്ണം. ഏതൊക്കെയാ? പിന്നെ യെസ്, ഓക്കെ, വെരി ഗുഡ്. വേറെ ഓക്കെ അല്ലേ? അതെ, ക്ലിയർ അല്ലേ? ഇപ്പൊ പഠിച്ചതിന്റെ ചുരുക്കാട്ട ഇപ്പൊ ചോദ്യം. ആ അത് നമ്മൾ അജ്നാസിന്റെ സൂറയിൽ പഠിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എപ്പോഴാണ് ഫഅല യഫ്അലു എന്നുള്ളത് മുത്തരിദാവുക? ഫഅല അൽക്കിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? ഏതൊക്കെയാ? ഈ ആറ് അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമായി വരുമ്പോഴാണ് മുത്തരിദായി വരും. ഇനി തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ലെറ്റർ, ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന ലെറ്റർ. പിന്നെ കം ബാബൻ ഷാദൻ ലി സുലാസിയിൽ മുജറദി വമാഹിയ. സുലാസി മുജറദിലെ ഷാദ് എത്ര ബാബാണ്, ഏതെല്ലാം? റാഫിക്ക എത്ര ഷാദ് ഏതൊക്കെയാ?
ഓരോന്ന് ഉദാഹരണം പറയാൻ പറ്റുമോ? ആ പിന്നെ പിന്നെ യെസ്. ആ ഹസ് ആ പിന്നെ മൂന്ന്. ആ പിന്നെ ആ കാതയക്കാത്. ഓക്കെ, വെരി ഗുഡ്. സിമ്പിളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഇപ്പൊ നമ്മൾ 6 ചോദ്യങ്ങൾ ഉത്തരം പഠിച്ചില്ല. ഇത് മറക്കരുത് കേട്ടോ. മറ്റേത് ചിലപ്പോൾ സർഫാക്കാനും അത് കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ മറക്കാൻ പാടില്ല. ഇനിയും ഒരു സുലാസി മുജറത് വേറെ വരാല്ല, അത്രേ ഉള്ളൂ. ഇനി നുഖ്മിലുൽ ഫറാഗ, വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. ഡാഷ് മാ ലാ യതജാവസുൽ ഫാഇല. ആ ആ അക്മല യുക്മിലു. ഇപ്പൊ പുതിയ ശൈലിയല്ലേ, പണ്ടത്തെ പോലെ നീ എഴുത്, നീ വായിക്ക്, നീ പഠിക്ക്. ആ ഇപ്പൊ അത്രേ ഉള്ളൂ. ടീച്ചർമാരും കുട്ടികളും രക്ഷിതാക്കളുമാണല്ലോ ഇപ്പോ. ആ അതെ. ആ അതും മജീദാണ്, ഇതും മജീദ് തന്നെയാണ്. അക്മല യുക്മിലു എന്നാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ആ ലഫ്ലിന്റെ സ്ട്രക്ചർ അല്ല പറഞ്ഞത്, പുതിയ രീതി അനുസരിച്ച്. അക്മല യുക്മിലു. ആ നമുക്ക് പൂരിപ്പിക്കാം. ഇപ്പൊ ഒക്കെ ഒഴിവാക്കിപ്പോ, ഒക്കെ ഒഴിവാക്കി, അത് ചെയ്യാൻ പാടില്ലല്ലോ. അതെ, കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പൊ രക്ഷിതാക്കളല്ലേ ചെയ്തു കൊടുക്കലൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെയുള്ള വർക്കുകളൊക്കെ. ടീച്ചർമാരും നല്ല സുഖപ്പോ. ടീച്ചർമാർക്ക് ടീച്ചർമാർക്ക് കുട്ടികളോട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, നാളെ ആരാണൊരു ചെമ്പരത്തി പൂവ് കൊണ്ടുവരിക. ടീച്ചർ കൊണ്ടുവരണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഏതെങ്കിലും കുട്ടിയുടെ രക്ഷിതാവ് പറയാം, ആ ഞാൻ കൊടുത്തുവിടാം. അപ്പോൾ ടീച്ചർക്ക് കൊണ്ടുവരാതെ കഴിഞ്ഞു. നാളെ ആരാണ് ഒരു വീടുണ്ടാക്കി കൊണ്ടുവരിക. അപ്പോൾ അതെ, രക്ഷിതാക്കളാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും പഠിക്കുന്നത്. അതേപോലെ എല്ലാവരും പാടെ കൂടിയിട്ട് ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സമീപനമാണ്. കൽപ്പന എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഒരു സപ്പോർട്ടോടുകൂടെ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാന്ന് പറയുമ്പോൾ മാനസികമായിട്ടൊരു പിന്തുണ കൊടുക്കാനുള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്യും. മാരീന്ന് അങ്ങനെ തന്നെ. നെക്തശിഫു, നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് കണ്ടെത്താം, അൽ ഇജാബാത്തി, ഉത്തരങ്ങളെ. അതായത് ഉസ്താദും കുട്ടികളും കൂടിയിട്ട് ചോദ്യവും ചോദിക്കുക, ഉത്തരവും പറയാം. ഓക്കെ. ഒന്നാമത്തെ ഡാഷ് മാലായത്തജാവസുൽ ഫാഇല ഇലൽ മഫ്ഊലി. ഫാഇല് മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്ത ഫീലുകൾ ഏതാണ്? ലാസിമു. അല്ലാസിമു മാലായത്തജാവസുൽ ഫാഇല ഇലൽ മഫ്ഊലി. പിന്നെ ഡാഷ് മാ യതജാവസുൽ ഫാഇല ഇലൽ മഫ്ഊലി ഏതായിരിക്കും? അൽ മുത്തഅദ്ദി മാ യതജാവസുൽ ഫാഇല ഇലൽ മഫ്ഊലി. ഇനി അടുത്ത എളുപ്പട്ടോ. അൽ മുജറദു. മുജറദ് എന്ന് പറഞ്ഞാൽ മാ ലൈസ ഫീഹി ഹർഫുൻ ഡാഷുൻ. സായിദുൻ, സായിദയായ ഹർഫില്ല. അപ്പോൾ ഡാഷ് മാ ഫീഹി ഹർഫുൻ സായിദുൻ, അവിടെ എന്തായിരിക്കും? അൽ മസീദു. അൽ മസീദു ഫീഹി മാ ഫീഹി ഹർഫുൻ സായിദുൻ. സായിദയായ ലെറ്റർ ഉണ്ടാവും. ഓക്കെ. യെസ്. ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെയാണ്. ഇനി നമുക്ക് പുതിയ ഷാദും മുത്തരിതൊന്നും ഇതിൽ വരാനില്ല. ഇനി കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? നാളെ ഡ്യൂട്ടി ഉണ്ടോ റാഫിക്കാക്ക്? ജസ്റ്റ് ഒന്ന് പറയാം, ഒറ്റ മിനിറ്റ്. അപ്പോൾ ഇവിടെ സുലാസി മസീദ് ഫീഹി
12 ബാബ്. സുലാസി മസീദ് ഫീഹി 12 ബാബാണ് എന്നാണ് ഇതിലിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തത് 4 അക്ഷരമുള്ളത്. 4 അക്ഷരം ഉള്ളത് പറഞ്ഞാൽ ഒരു സായിദ് ഉള്ളത്, അത് 3 എണ്ണം. ഒരു സായിദ് ഉള്ളത് 3 എണ്ണം. പിന്നെ രണ്ടാമത്തെ ഐറ്റം 5 അക്ഷരമുള്ളത്. 5 അക്ഷരമുള്ളത് 5 എണ്ണം. അപ്പോൾ എന്തായി? 3ഉം 5ഉം 8ആയി. പിന്നെ 6 അക്ഷരമുള്ളത് 6 ഇവിടെ അല്ല 6 അക്ഷരമുള്ളത് അത് 4 വസനുകളാണ്. അത് എത്ര വസനാണ്? 4 വസനാണ്. അപ്പൊ നമ്മൾ 6 എണ്ണം പറഞ്ഞിരുന്നു കേട്ടോ. 14 പഠിച്ച് 14 എന്നായിരുന്നു. അപ്പൊ ഇതിൽ 2 എണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്, അത് പറയും. ഇസ്തഫ് അല പറഞ്ഞാണ്. ഇഫ് ഔ അല പറഞ്ഞതാണ്, കഴിഞ്ഞ കിതാബിലും പറഞ്ഞു. പിന്നെ ഇഫ് ആല പറഞ്ഞു, ഇഫ് അവലിയും പറഞ്ഞു. പിന്നെ ഏത് 2 എണ്ണമല്ല? ഇഫ് അൻ ലല എന്നുള്ളതും ഇഫ് അൻ ല എന്നുള്ളതും ഇല്ല. ആ 2 എണ്ണം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ആയിട്ടുള്ള കൗണ്ടിൽ പെടുന്നില്ല, പക്ഷെ അത് ഇതിൻ്റെ ഫർ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, അതിനോട് ചേർക്കപ്പെട്ടത് എന്നുള്ള നിലക്ക് വരുന്നുണ്ട്. മുമ്പ് പറഞ്ഞത് നമ്മൾ കൂടുതൽ വിശദീകരണം അല്ലാതെയാണല്ലോ. അപ്പോൾ ആ വിശദീകരണം ഇല്ലാത്ത ഭാഗത്ത് അത് ഒന്നിച്ചണ്ട് എണ്ണിയിട്ട് 14 എന്ന് പറഞ്ഞു. ഇവിടെ 12 എണ്ണമാണ് കറക്റ്റ് കൗണ്ട്. ഇനി പൈലില്ല നേരത്തെ പറഞ്ഞ 2 എണ്ണം, പെടുത്തിയ 2 എണ്ണം ഇതിൻ്റെ ചേർക്കപ്പെട്ട മുൽഹക്കാത്ത് എന്നാണ് പറയാം, അതിലാണ് വരുന്നത്. അതുപോലെ വേറെ 2-3 എണ്ണം അധികം എക്സ്ട്രാ ഫീലുകൾ വരുന്നുണ്ട്. ഇത് വലിയ കിതാബായതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ ഫലത്തിൽ എന്താ പറയുക, 14 എണ്ണം നമ്മൾ അജ്നാസുൽ സുഹറയിൽ പറഞ്ഞത് ഇവിടെ 14 എണ്ണം വരുന്നുണ്ട്, അതിന് പുറമേയും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മളിനി പറയാനുള്ളത്. ഇത് ആദ്യത്തെ ഒരു 2-3 എണ്ണമൊക്കെ മുമ്പ് പറഞ്ഞ തന്നെയാണ്. ഇനിയുള്ളത് നമുക്ക് ഇതിൽ ശേഷം വരുന്ന കുറഞ്ഞ ഭാഗങ്ങൾ കുറച്ചും കൂടി അതിലേക്ക് ചേർത്ത് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. വെള്ളിയാഴ്ച നമുക്ക് എടുക്കാം കേട്ടോ. വെള്ളിയാഴ്ച എടുത്താൽ നമ്മൾ ഈ മാസത്തെ ക്ലാസ് കംപ്ലീറ്റ് ആവും. കഴിഞ്ഞ ആഴ്ചത്തെ അസുഖമായതുകൊണ്ട് മിസ്സായിപ്പോയത് നമുക്ക് തീർക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സുലാസി മുജറദ് മുത്തരിദായത് 5 എണ്ണവും ഷാദായത് 4 എണ്ണമാണ് പറഞ്ഞത്. ലാസിം എന്താണെന്നും പറഞ്ഞു, മുത്തായത്തി എന്താണെന്നും. ഇത് നമുക്ക് എപ്പോഴും ഉപകരിക്കും കേട്ടോ. ലാസിമ മുത്തായത്തി അത് നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഓതുന്നതുകൊണ്ട് വലിയ കൂടുതൽ ഫീലുകളൊന്നും വരില്ല. ഫിഖും തഫ്സീറും മറ്റ് ഉസ്താദ് തരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മളൊരു ഫീല് കണ്ടാൽ അത് സുലാസിയാണോ റുബായി ആണോ എന്ന് കണ്ടെത്തുന്നത് പോലെ തന്നെ ലാസിമാണോ മുത്തായത്തിയാണോ എന്നുള്ളതും കണ്ടെത്തണം. അപ്പോഴാണ് ഇതിൻ്റെ ഫായിൽ എവിടെയാണ്, അതിൻ്റെ ഫായിൽ ഏതാണ്, മഫൂൽ ഏതാണ്, എത്ര മഫൂലുണ്ട്, 1 ആണോ 2 ആണോ 3 ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആശയങ്ങൾ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. ലാസിമാണോ മുത്തായത്തിയാണോ ഫെയിലാണോ. ലാസിമ മുത്തായത്തിന് അത് എന്തിനാണ് അത് വേണ്ടേ? ഉപകാരം
ആശയം പൂർണ്ണമാവും. ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു എന്നുള്ളത് എന്തൊക്കെ ആവാം. അത് ചായ കഴിച്ചു എന്നാവാം, അതുപോലെ ഇറച്ചി പൊറാട്ടയും കഴിച്ചു എന്നാവാം, ബിരിയാണി കഴിച്ചു എന്നാവാം, നാടൻ ചോറ് കഴിച്ചു എന്നാവാം, എന്തും ആവാം. അപ്പം ഞാൻ പറയാണ് ഞാൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഞാനൊരു മുത്താദ്ദിയായ ഫീൽഡിൽ മഫൂലും കൂടി വ്യക്തമായി പറഞ്ഞപ്പോൾ അവിടെ ഫായിദ താമായി കിട്ടി. ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോഴും ഫായിദ ഉണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, ശരി തന്നെയാണ്. പക്ഷെ ഈ മഫൂൽ കൂടി പറയുന്ന സമയത്ത് ഒരു പൂർണ്ണമായ ആശയം കിട്ടി. ഇനി ചില സ്ഥലത്ത് ലാസിമാക്കി പറയേണ്ടി വരും, ചില സമയത്ത് മഫൂൽ കളഞ്ഞു പറയേണ്ടി വരും. ഉദാഹരണം പറയാം, ചിലപ്പോൾ ഫായിലും ചിലപ്പോൾ കളഞ്ഞു പോകും. ഞാൻ കുളിച്ചു, ലാസിമാണ്. അവിടെ പിന്നെ മഫൂലിൻ്റെ ആവശ്യമില്ലല്ലോ, മഫൂലിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതല്ല. ഇപ്പോൾ ആസാമിൽ വെള്ളപ്പൊക്കത്തിൽ 50 പേർ മരണപ്പെട്ടു, അല്ലേ പോട്ടെ, 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. അവിടെ ആ തീവ്രവാദികളെ കൊന്ന ഒരു ടീമുണ്ട്, ഉറപ്പനെയാണ്. പക്ഷെ അവിടെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ കൊന്നു. അതിപ്പോൾ ആ ഫായിദ നമുക്ക് എല്ലാവരും കൂട്ടും. അപ്പോൾ മഫൂലാക്കി പറഞ്ഞു. റോഡ് അപകടത്തിൽ 2 പേർ മരണപ്പെട്ടു, ഒക്കെ അങ്ങനെ മജൂലായിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ചില സ്ഥലത്ത് ഫായിൽ പറയേണ്ടി വരും, ചില സ്ഥലത്ത് ഫായിലിന് കളഞ്ഞു കൊണ്ടുവരും, ചില സ്ഥലത്ത് മഫൂലിനെ പറയേണ്ടി വരും, ചില സ്ഥലത്ത് മഫൂലിനെ കളയേണ്ടി വരും. അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആശയം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികളാണ്. ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചില സമയത്ത് മുബ്തദ കളഞ്ഞു പോകും. ഒറ്റ ഉദാഹരണം പറയാം, അൽ കിസ്മു സാനി, രണ്ടാമത്തെ കിസ്മ് എന്നുള്ളത് മുബ്തദാണ് ശരിക്കും. മാ കാന മാലി, അതിൻ്റെ മാലി ആയിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ അതാണ് ഖബർ. ചില സ്ഥലത്ത് ഹെഡിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് അസുലാസിയുൽ മുജറദ് എന്നുണ്ടാവും, സുലാസി മുജറദ്. അപ്പോൾ ഹാദ അസുലാസിയുൽ മുജറദ് ഉണ്ടാവും. അവിടെ മുബ്തദൻ്റെ ആവശ്യമില്ല, ഇതാണെന്നുള്ളത് അറിയുന്നതാണ്. ചില കേസുകൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു വാക്ക് അത് ഫീലാവട്ടെ, ഫായിലാവട്ടെ, മഫൂലാവട്ടെ, എന്തോ ആവട്ടെ, മുബ്തദ ആവട്ടെ, ഖബറാവട്ടെ, പറയുന്നതിനും ചില ഗുണങ്ങളുണ്ട്, പറയാതിരിക്കുന്നതിനും ചില ഗുണങ്ങളുണ്ട്. ഇതാണ് നമ്മൾ ഇൽമുൽ മാനിയിൽ പഠിക്കുക. എന്തിനാണ് പറയുന്നത്, എന്തിനാണ് കളയുന്നത്, കളഞ്ഞാലുള്ള ഗുണം എന്താണ്, പറഞ്ഞാലുള്ള ഗുണം എന്താണ്. അത് ഇൽമുൽ മാനി എന്ന് പറഞ്ഞ ഒരു വിജ്ഞാനശാഖയെ നമ്മൾ പഠിക്കും. തഫ്സീറിലൊക്കെ അത് വരും. നിങ്ങൾ തഫ്സീർ പോകുന്ന സമയത്ത് ആയത്ത് പറയുമ്പോൾ ഇവിടെ മുബ്തദയിനെ പറഞ്ഞു, അത് അലിഫ്ലാം ഇട്ട് പറഞ്ഞു, അത് ഇഷാറത്തിൻ്റെ ഇസ്മാക്കി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചെറിയ സൂചനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. താലിക്കൽ കിതാബ് എന്നുള്ളത് എന്തുകൊണ്ട് താലിക്കാന്നിട്ടു, ഹാദാന്ന് പറഞ്ഞാൽ പോരെ, അത് എന്തിനാണ് ആക്കുന്നത്, എന്നൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തഫ്സീർ പറയുന്ന സമയത്ത് തഫ്സീറിൻ്റെ തുടക്കത്തിൽ ചില ഭാഗങ്ങളിൽ അങ്ങനെ പറയും. അപ്പോൾ കുൽ ഹു അള്ളാഹു അഹദ്, അവിടെ ഹുവാന്ന് എന്തിനാണ് പറയുന്നത്, കുൽ അള്ളാഹു അഹദ് എന്ന് പോരെ. അപ്പോൾ ഹുവക്ക് അവിടെ ഗുണമുണ്ടോ, പ്രത്യേകം കൊണ്ടുവന്നതിന് താല്പര്യമുണ്ടോ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൽമുൽ മാനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് തന്നെ ഓതണം. ഇത് കഴിഞ്ഞിട്ട് പറയാതെ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തൊക്കെ അല്ലല്ല അങ്ങനെയല്ല, അതാവില്ല. പറയാതിരുന്നു വിചാരിച്ചിട്ട് ഒരു ഫീല് ലാജിമാവില്ല. മഫൂൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുള്ളൂ. മഫൂലുണ്ടോ ഇല്ലേ എന്നുള്ളത്. മഫൂലിലേക്ക് വിട്ട് കിടക്കുന്നതാണോ അത് മുത്താദ്ദിയായിരിക്കും. വിട്ട് കിടക്കുന്നത് അത് 5 പേർ കൊല്ലപ്പെട്ടു. അതെ, ചില സ്ഥലത്ത് അങ്ങനെ പറയേണ്ടി വരും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദ്ദേശം അത്രേ ഉള്ളൂ. ചിലത് പറയുന്നതിന് നേട്ടം ഉണ്ടാവും, ചിലത് പറയുന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഉമ്മാനെ തല്ലി എന്ന് പറഞ്ഞു, ഉദാഹരണം പറയാം. ഓൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ നാവ് വടക്കാക്കണ്ടല്ലോ എന്ന് പറയില്ല ചിലപ്പോൾ. ആളെല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ നാവ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വടക്കാണ്. മറ്റേ നിലക്കും പറയാട്ടോ, ബഹുമാനിച്ചുകൊണ്ടും ആവാം. അങ്ങനെ ഓൻ്റെ പേര് പറയാനൊന്നും എൻ്റെ നാവ് വളർന്നിട്ടില്ല
ഓൻ്റെ അത്രയും വലിയൊരു മഹത്വമുള്ള ആളാണ്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് പല തെറ്റുകൾ തോന്നിവാസങ്ങളൊക്കെ പറയണം. ഓൻ്റെ പേര് ഞാൻ പറയാൻ മാത്രം എൻ്റെ നാവ് വളർന്നിട്ട് ആ നിലക്കും പറയാം. അതൊക്കെ നമ്മൾ വരും. രസകരമായിട്ട് തന്നെ നമുക്ക് ഈ ഇൽമുൽ മാനിയിൽ വരും. എന്തിനാണ് അവിടെ പറഞ്ഞത്, എന്തിനാണ് കളഞ്ഞത്, എന്തിനാണ് അത്ഫ് ചെയ്യുന്നത്, എന്തിനാണ് അത്ഫ് ചെയ്യുന്നത്, എന്തിനുകൊണ്ട് അത്ഫ് ചെയ്തില്ല, അതിനുള്ള കാരണം എന്താണ്, ഇതൊക്കെ നമുക്കൊരു ലഘുവായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇതൊക്കെ തഫ്സീറിൽ വരുന്നുണ്ട്. ആ തഫ്സീർ ഓതുന്ന സമയത്ത് അതിൻ്റെ വിശദീകരണത്തിൽ അതിങ്ങനെ വരുന്നുണ്ട്. ജലാലയിലൊക്കെ നിങ്ങൾ ഓതുമ്പോൾ അതിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് അതിലേക്ക് ഒരു എത്താത്തതുകൊണ്ടാണ് നമുക്കതിൽ ടച്ച് വരാത്തത്. ഇനി നമുക്ക് ഇത് കഴിയുമ്പോൾ ശരിയാവും ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞേ സുബൈർ, എന്താ പറഞ്ഞേ? മുത്തരിദ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായത് എന്ന് വെക്കാം. നിയമാനുസൃതമായത്, കൂടുതൽ വരുന്നത് എന്നൊക്കെ പറയാം. മറ്റേത് ഷാദ് എന്ന് പറഞ്ഞാൽ നിയമത്തിന് എതിരായത് എന്ന് പറയും. ഒറ്റപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ വൈകണ്ടല്ലേ, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം പറയാം. തഫ്സീറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓതുമ്പോഴും ഞാനീ പറഞ്ഞ രൂപത്തിലുള്ള ചിന്തകൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം. തഫ്സീർ ഓതണില്ലേ അപ്പോൾ? ഏത് സുഹൃത്ത് ഓതണേ? തഫ്സീറില്ല, ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഞാൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. إن شاء الله. السلام عليكم ورحمة الله وبركاته.